കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിക്ക് പൊതുവിലും CPM-ന് പ്രത്യേകിച്ചും ഉണ്ടായ വമ്പിച്ച തിരിച്ചടിയെ തുടർന്ന് നമ്മുടെ നാട്ടിലെ ഒരു വിഭാഗം മാധ്യമങ്ങളും നിരീക്ഷകരും അതുപോലെ ഇടതുപക്ഷത്തോട് അനുഭാവമുണ്ട് എന്ന് അഭിനയിക്കുന്നവരുമായ പല വ്യക്തികളും ഈ CPM-നെ ഗുണദോഷിച്ച് നന്നാക്കാനുള്ള ശ്രമത്തിലാണ്. CPM-നെ മാത്രമല്ല, പോഷക സംഘടനകളായിട്ട് നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുള്ള DYFI-യും അതുപോലെ SFI-യും ഒക്കെ ശകാരിക്കാനും ഗുണദോഷിക്കാനും നേർവഴി നടത്താനുമുള്ള ശ്രമമാണ് ഈ അമ്മാവന്മാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ DYFI നമുക്കറിയാം, നാട്ടിൽ ഒരുപാട് പൊതുക്കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു മഹാസംഘടനയാണ്. നമ്മുടെ ഡബിള റഹീമാണ് അതിൻ്റെ അഖില ലോക പ്രസിഡന്റ്. സംസ്ഥാന പ്രസിഡൻറ്റും ആരും മോശക്കാരൊന്നുമല്ല. ഇവർ ആശുപത്രികളിൽ പൊതിച്ചോറ് കൊടുക്കുന്നവരാണ്, ഒരുപാട് സന്നദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ്, അത്യാവശ്യം രക്ഷാപ്രവർത്തനം ചെയ്യുന്നവരുമാണ്. അത് നമ്മുടെ മുഖ്യൻ്റെ നവകേരള യാത്ര നടത്തിയപ്പോൾ കണ്ടതാണ്. അങ്ങനെ ഒരുപാട് മനുഷ്യോപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യുവ സംഘടനയാണ്. SFI ആണെങ്കിലും അതുപോലെ തന്നെ അത്ഭുത കാര്യങ്ങളുടെ മധ്യസ്ഥനാണ് അതിൻ്റെ സംസ്ഥാന സെക്രട്ടറി. അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ യൂദാ തദേവൂസ് അല്ല, ഇപ്പോൾ AP ആർഷോയാണ്. ആർഷോയുടെ കഴിവുകൊണ്ട് പരീക്ഷ എഴുതാത്തവർ ജയിക്കുന്നു, പഠിപ്പിക്കാത്തവർക്ക് മറ്റേ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നു, BCom-ന് തോറ്റവന് MCom-ന് പഠിക്കുന്നു, യൂണിവേഴ്സിറ്റി യൂണിയനിലേക്ക് മത്സരിക്കാത്തവൻ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ അർഹത നേടുന്നു. ഇങ്ങനെ ഒരുപാട് അത്ഭുത പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് യൂദാ തദേവൂസ് ഇപ്പോൾ പുറകിലായി പോയെന്ന് പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തെ കുറച്ച് പറഞ്ഞതല്ല, ക്രിസ്ത്യാനികളുടെ വികാരത്തെ വ്രണപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. സാക്ഷാൽ യൂദാ തദേവൂസിന് പോലും പറ്റാത്ത പല അത്ഭുതങ്ങളും ആർഷോ പുണ്യവാളം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാർപ്പാപ്പയുടെ അടുത്ത വരവിന് ഇദ്ദേഹത്തെ മിക്കവാറും വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കും. ജീവിച്ചിരിക്കുമ്പോൾ വിശുദ്ധനായ ആളാരാണെന്ന് ചോദിക്കും, അടുത്ത ഇനി പരീക്ഷയ്ക്കൊക്കെ. അപ്പോൾ ആർഷോ എന്ന് ഉത്തരം എഴുതിയാൽ ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായപ്പോൾ ആൾക്കാർ പറയുന്നു ഇത് SFIയുടെ കുഴപ്പം കൊണ്ടാണ്, SFIക്കാർ ഗവർണറെ വഴിയിൽ തടഞ്ഞതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ LDF-ന് തിരിച്ചടി ഉണ്ടായത്. BCom തോറ്റവന് MCom-ന് പഠിച്ചതുകൊണ്ടാണ് സർക്കാരിന് തിരിച്ചടി ഉണ്ടായത് എന്നൊക്കെയാണ്. അതൊക്കെ ശരിയോ തെറ്റോ എന്നുള്ളത് കാലം വിലയെടുത്തു. പക്ഷേ ഇങ്ങനെ ഒരു ആക്ഷേപം നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ SFIയെ ഗുണദോഷിച്ച് നന്നായി കളയാം എന്ന് കുറച്ച് പേര് വിചാരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ആൾ നമ്മുടെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ബിനോയ് വിശ്വമായിരുന്നു. ഞാനിപ്പോൾ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ബിനോയ് നല്ല ഉദ്ദേശത്തോടെ പറഞ്ഞാണ് SFIക്കാർ ഇങ്ങനെ പോയാൽ ശരിയാവില്ല, നയപരിപാടികൾ മാറ്റണം. എന്നിട്ട് എന്ത് സംഭവിച്ചു? പറഞ്ഞതേ ഓർമ്മയുള്ളൂ. അപ്പോൾ SFIക്കാർ മാത്രമല്ല, DYFIക്കാർ CPM-കാർ എല്ലാം കൂടി ബിനോയ് വിശ്വത്തിൻ്റെ മുതുകത്ത് കയറി. AK ബാലൻ ബിനോയ് വിശ്വത്തെ വളരെ ആക്ഷേപിച്ച് സംസാരിച്ചു. ഡബിള റഹീം പത്രസമ്മേളനം നടത്തി ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ പദവി മറക്കരുത് എന്ന് പറഞ്ഞു. ആർഷോ വരെ ബിനോയ്ക്ക് മറുപടി പറഞ്ഞു. പിന്നീട് ബിനോയ് ഒന്നും പറഞ്ഞില്ല, കാരണം ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല, വെട്ടാൻ പോത്തിനോട് വേദം പറയുന്നതിൽ വല്ല കഥയുണ്ടു, SFIക്കാർ എവിടെയെങ്കിലും പോട്ടെ എന്ന് പുള്ളി വിചാരിച്ചു. അതുതന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ കഥാകൃത്ത് ബെന്യാമിനും ചെയ്തത്. ബെന്യാമിൻ SFIയുടെ എന്തോ ഒരു ക്യാമ്പ് ഉദ്ഘാടിച്ചുകൊണ്ട് സംസാരിച്ചു. SFIക്കാർ ആത്മപരിശോധന നടത്തണമെന്ന് പറഞ്ഞു. ആർഷോയെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞു. അവരെന്ത് ഭാഷയിലാണ് ഇദ്ദേഹത്തോട് മറുപടി പറഞ്ഞത് നമുക്കറിയില്ല. മിക്കവാറും അത് പത്രത്തിൽ അടിക്കാവുന്ന ഭാഷയിലായിരിക്കില്ല. ആർഷോ പറഞ്ഞത് മാത്രം പത്രത്തിൽ വന്നുള്ളൂ, അല്ല നമ്മുടെ ബെന്യാമിൻ പറഞ്ഞത് മാത്രം പത്രത്തിൽ വന്നുള്ളൂ. ആർഷോ പറഞ്ഞത് പത്രത്തിൽ വന്നില്ല. എന്തുവാട്ടെ, അപ്പോൾ SFIക്കാർ ആരും ഗുണദോഷിച്ച് നന്നാക്കാമെന്ന് വിചാരിക്കേണ്ട. അവരവരുടേതായ രീതിയിൽ കൂടി പോകുന്ന ഒരു മഹാവിപ്ലവ വിദ്യാർത്ഥി സംഘടനയാണ്. ഞാനിത് പറയാൻ കാര്യം വെച്ചാൽ, കഴിഞ്ഞ ദിവസം ഡൽഹി കേരള ക്ലബ്ബിൽ കാവ്യനീതി എന്ന ടൈറ്റിലിൽ ഒരു നാടകം എന്ന് പറഞ്ഞാൽ ഏകാംഗ നാടകം പോലെ എന്തോ ആണ്, അരങ്ങേറിയ വാർത്ത മനോരമയിൽ കണ്ടു. അത് AP ഗോപകുമാർ എന്നു പേരുള്ള പാലക്കാട്ടുകാരനായ ഒരു വിമുക്ത ഭടനാണ് രചനയും സംവിധാനവും നിർവഹിച്ചത്. ഇദ്ദേഹം ഡൽഹിയിലെ സ്ഥിരതാമസക്കാരനായ ഒരു മലയാളിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നാടകപ്രവർത്തകനുമാണ്. ഇതുപോലുള്ള മറ്റ് പല നാടകങ്ങളുമൊക്കെ പുള്ളി എഴുതുകയും സംവിധാനിക്കുകയും സ്റ്റേജ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ നാടകത്തിൽ SFIക്കാരുടെ ഈ രക്ഷാപ്രവർത്തനത്തെക്കുറിച്ചിട്ടാണ്. അത് പാലക്കാട് ഗവൺമെൻറ് വിക്ടോറിയ കോളേജിൽ പ്രിൻസിപ്പളായിരുന്ന ഡോക്ടർ സരസുവിനെ SFIക്കാർ ഘരാവോ ചെയ്യും. പിന്നീട് അവർ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത് പോയ ദിവസം അവർക്ക് കുഴിമാടം ഒരുക്കി ആദരാഞ്ജലി അർപ്പിക്കുകയും ചെയ്ത സംഭവം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കും. അന്ന് ഇത് ഇൻസ്റ്റലേഷൻ ആർട്ടാണ്, പ്രതിഷ്ഠാന കലയാണ് എന്ന് ഇവർക്ക് എന്താണ് സർട്ടിഫിക്കറ്റ് കൊടുത്തത് മുൻ വിദ്യാഭ്യാസ മന്ത്രി
വിപ്ലവ ആചാര്യനും പ്രാക്കുളം ചെഗുവേര എന്ന പേരിൽ പ്രസിദ്ധനുമായ സഖാവ് M.A. ബേബിയാണ്. അങ്ങനെയുള്ള ഈ സംഭവത്തെക്കുറിച്ച് ഈ ഗോപകുമാർ പാലക്കാട്ടുകാരനാണെന്ന് തോന്നുന്നു, അദ്ദേഹം ഒരു നാടകം എഴുതി സ്റ്റേജ് ചെയ്തു. SFIക്കാർ വനിതാ പ്രിൻസിപ്പളിനെ ഘെരാവോ ചെയ്യുന്നു, ഭീഷണിപ്പെടുത്തുന്നു, മറ്റേ ഗൂണ്ടായുസം കാണിക്കുന്നതൊക്കെ. അതിൽ ഈ വിദ്യാർത്ഥി നേതാവായിട്ട് അഭിനയിച്ചിട്ടുള്ള താടിക്കാരനായ ഒരു ചെറുപ്പക്കാരനാണ്. അത് ആർഷോയാണെന്നാണ് സങ്കല്പം. ആർഷോ ആ സമയത്ത് ഇല്ലായിരുന്നു എങ്കിൽ പോലും. അങ്ങനെ ഘെരാവോ ചെയ്യുന്നു, പിന്നെ പ്രിൻസിപ്പളിനെ ബുദ്ധിമുട്ടിക്കും, കുഴിമാടം ഒരുക്കും. അതിനെക്കുറിച്ച് മുൻ വിദ്യാഭ്യാസ മന്ത്രി എന്തോ അഭിപ്രായം പറയുന്നു. അങ്ങനെയൊക്കെയാണ് അവസാനം പുഷ്പനായി തീരുന്നു. ഈ ചെറുപ്പക്കാരൻ ഏതാണ്ട് പുഷ്പൻ്റെ അവസ്ഥയിലെത്തുന്നു എന്നുള്ളതാണ് നാടകത്തിൻ്റെ ഇതിവൃത്തം. നമ്മളിപ്പോൾ നാടകത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. ഇങ്ങനെയുള്ള നാടകങ്ങളൊക്കെ എഴുതി SFIക്കാരൻ ഗുണദോഷിച്ച് നന്നായി കളയാമെന്നാണ് പാവ നാടകൃത്ത് സംവിധായകനുമായിട്ടുള്ള ഗോപകുമാർ തെറ്റിദ്ധരിച്ചിട്ടുള്ള അദ്ദേഹം ഏത് മൂഢസ്വർഗത്തിലാണ് ജീവിക്കുന്നത് എനിക്കറിയില്ല. ഇതുപോലുള്ള നാടകം ഇതല്ല, ഇതിലും വലിയ നാടകം കണ്ടാലും സിനിമ കണ്ടാലും എന്ത് കണ്ടാലും SFIക്കാർക്ക് യാതൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. അവരുടെ നയപരിപാടിയിൽ യാതൊരു വ്യത്യാസവും വരാൻ പോകുന്നില്ല. യൂണിവേഴ്സിറ്റി കോളേജിൽ SFIക്കാർ നന്നാവും, മഹാരാജ് കോളേജിൽ SFIക്കാർക്ക് എന്തെങ്കിലും മാനസാന്തരം ഉണ്ടാവും, വിക്ടോറിയ കോളേജിലുണ്ടാവും, കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ പാവപ്പെട്ട പ്രിൻസിപ്പളിനെ അവരെങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിച്ച് അവർക്ക് പാർട്ടിയിൽ നിന്ന് എന്ത് ശക്തമായി പിന്തുണ ലഭിച്ച് ബിന്ദു ടീച്ചറടക്കം, ശിവൻകുട്ടി സഖാവടക്കം, അതുപോലെ വിജയരാഘവൻ സഖാവടക്കം, ബാലൻ സഖാവടക്കമുള്ള സഖാക്കന്മാരൊക്കെ SFIക്കാരുടെ ഈ വക പ്രവൃത്തികളെ അഭിനന്ദിക്കുകയല്ലാതെ ആരെങ്കിലും ഇത് കൂടിപ്പോയിരുന്നു, തെറ്റായി പോയിരുന്നു. അല്ലെങ്കിൽ SFIക്കാർ ഇതുപോലുള്ള കലാപരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് പാർലമെൻറ്റിൽ നമുക്ക് തിരിച്ചടി ഉണ്ടായിരുന്നു അവർക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? പലർക്കും അഭിപ്രായം ഉണ്ടാവും, പക്ഷേ ആരും ഇവർ പറഞ്ഞിട്ടില്ല, പറയുകയില്ല. അപ്പോൾ അതുകൊണ്ട് ആർഷോയെ ഈ ഗുണദോഷിച്ച് നേർവഴി പറഞ്ഞു കൊടുത്ത് നന്നായി കളയാം എന്ന് വിചാരിച്ച പാവം നാടകത്തിനോട് എനിക്ക് എന്താ പറയുക, സഹതാപം മാത്രമേ ഉള്ളൂ. ഇതല്ല, ഇതിലും വലിയ നാടകം കണ്ടിട്ടും ആർഷോ അല്ലെങ്കിൽ SFI എന്ന് പറഞ്ഞ വിപ്ലവ സംഘടന ഒരു മാറ്റവും നടത്തിയിട്ടില്ല, വരുത്തുകയില്ല, ഇനി വരുത്താൻ ഉദ്ദേശിച്ചിട്ടുമില്ല. നാടകമല്ല, സിനിമയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചവിട്ട് നാടകമോ എന്ത് വേണമെങ്കിൽ അവതരിപ്പിച്ചു, ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. അവിടെ SFI മേലോട്ട് നോക്കിയാൽ SFI, താഴേക്ക് നോക്കിയാൽ SFI, ഗുളുഗുളു ഗുളുഗുളു SFI, ബുലുബുലു ബുലുവ് SFI. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.